ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും അധികം വേട്ടയാടിയത് CPM ബി ജെ പിയോ കോൺഗ്രസിനുള്ളിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളോ ഒന്നുമല്ല, മറിച്ച് മാധ്യമങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ 2 ചാനലുകളുടെ നേതൃത്വത്തിൽ ആ ചാനലുകൾ കൊടുക്കുന്ന സ്ഫോടനാത്മകമായ ബ്രേക്കിങ്ങുകൾക്ക് പിറകെ ഓടാൻ വിധിക്കപ്പെട്ട മറ്റു ചാനലുകളും ചേർന്ന് രാഹുലിനെ വീഴ്ത്തണം എന്ന ഒരൊറ്റ അജണ്ടയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാണ് ഏറ്റവും അധികം രാഹുലിനെ വേട്ടയാടിയത്. പോലീസും അന്വേഷണ സംഘവും സർക്കാരുമൊക്കെ രാഹുലിനെതിരെ ശക്തമായി നിലപാടെടുക്കുമെന്ന ഉറപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾ പിന്നെ എന്തിനാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്തതുകൊണ്ട് ആർക്കെന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ലക്ഷ്യം രാഹുലിനെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഇല്ലാതാക്കുകയല്ലേ എന്നുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ശക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ വിഷയത്തിൽ അമിത പ്രാധാന്യം നൽകിയത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണോ അതോ മാധ്യമങ്ങൾ പണം വാങ്ങി ഏറ്റെടുത്ത കൊട്ടേഷനാണോ എന്ന ചോദ്യവും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അതിനിടയിൽ മാധ്യമങ്ങൾ പുതിയൊരു വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. പാലക്കാട് രാഹുൽ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിൽ നിന്ന് രാഹുൽ ഉടൻ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ അടിച്ചിറക്കി എന്ന മട്ടിലാണ് സൈബർ കേന്ദ്രങ്ങളിൽ രാഹുലിൻ്റെ എതിരാളികൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഭാരവാഹികൾ രാഹുലിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഒരു തരത്തിലും രാഹുൽ നീ ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾക്ക് പിന്നാലെ നടക്കുന്ന പ്രചാരണങ്ങൾ ആ ഫ്ലാറ്റിൽ കുറേ പെൺകുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, അതുകൊണ്ട് രാഹുൽ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലാറ്റിൻ്റെ ഭാരവാഹികൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നത്. അത് അങ്ങനെ എല്ലായിടത്തു നിന്നും രാഹുലിനെ ഓടിച്ചു വിടും. ഇനി രാഹുലിന് എവിടെയും ജീവിക്കാൻ കഴിയില്ല. സ്ത്രീകളൊക്കെ രാഹുലിനെ കാണുമ്പോൾ ഓടി മാറും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ അത് വലിയ ആഘോഷമാക്കി ചർച്ച ചെയ്യുന്നുമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ രാഹുലിനെതിരെ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാണോ, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് കൂടി, അത് മാധ്യമങ്ങൾ രാഹുലിനൊരുക്കിയ ഒരു കുരുക്കാണ് എന്ന വിഷയം കൂടിയാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത്, മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ 1-2 ദിവസമായി രാഹുലിനോട് വലിയ പകയാണ്. മുമ്പേ ഒരു വലിയ ദേഷ്യം രാഹുലിനോടുണ്ട്. രാഹുലിനെ ടാർഗറ്റ് ചെയ്ത് പല മാധ്യമങ്ങളും അടിയോടടിയായിരുന്നു. അതല്ലാതെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് രാഹുലിനോട് വലിയ പക തോന്നാനുള്ള ഒരു കാരണം, രാഹുൽ മാധ്യമ പ്രവർത്തകരെ ഇരുത്തി അപമാനിച്ചു. അപമാനിക്കുക എന്ന് പറഞ്ഞാൽ തന്നോട് മാധ്യമങ്ങൾ ചെയ്തതിൻ്റെ ചെറിയൊരു അംശം രാഹുൽ ഒരു ഡോസ് തിരിച്ചു കൊടുത്തു. അത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. രാഹുൽ പാലക്കാട് എത്തി വോട്ട് ചെയ്ത് തിരിച്ചു പോണ വഴിക്ക് ചായ കുടിക്കാൻ ഒരു കടയിൽ കയറുന്നു, ഒരു ക്യാൻറ്റീനിൽ കയറുന്നു. അപ്പോൾ രാഹുൽ ചായയായിട്ട് നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ ചുറ്റിനും വന്നിങ്ങനെ നിൽക്കുകയാണ് മയക്കും പിടിച്ചിട്ട്. രാഹുലിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. രാഹുൽ ഇവരെയൊക്കെ നോക്കി ചിരിച്ച് വളരെ സാവധാനത്തിൽ ഊതി ആ ചായ ഇങ്ങനെ കുടിച്ച് പിന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ മാധ്യമങ്ങളുടെ ഓഫീസുകളിൽ നിന്ന് മേലാളന്മാർ, അതായത് കോട്ടിട്ട ജഡ്ജിമാർ അവിടെ കിടന്ന് അലറുകയാണ്. രാഹുൽ എന്ത് പറയും അത് പറയും എന്ന മട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ രാഹുൽ ഒന്നും പറഞ്ഞില്ല. കുറേ നേരം മാധ്യമങ്ങളെ ഇരുത്തിയാക്കിയതിന് ശേഷം ഇതിൽ കൂടുതലൊന്നും എൻ്റെ നിന്ന് കിട്ടില്ല, പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കോടതി എല്ലാം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. കാത്തു നിന്ന മാധ്യമങ്ങളാരായി? രാഹുലിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയാൽ അത് വിവാദമാക്കി ചർച്ച ചെയ്യാൻ കാത്തിരുന്ന ഗൂഢാലോചനക്കാരായ മാധ്യമ ജഡ്ജിമാർ അവരാരായി? കൃത്യമായ തിരിച്ചടിയും മറുപടിയും പണിയുമാണ് രാഹുൽ ആ മാധ്യമങ്ങൾക്ക് കൊടുത്തത്. കാരണം രാഹുലിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും, രാഹുലിനെ പ്രകോപിതനാക്കുന്ന വിധത്തിൽ നിരന്തരമായി ചോദ്യം ചോദിച്ച് ഒടുവിൽ രാഹുലിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയാൽ അത് വെച്ചിട്ട് രാഹുലിനെതിരെ തന്നെ രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നെങ്ങാനും പറഞ്ഞ് വാർത്ത കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചില ചാനൽ മുതലാളിമാർ ശ്രമിച്ചത് എന്നൊരു അഭ്യൂഹം ചാനലുകാർക്കിടയിൽ, ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ പരക്കുന്നുണ്ട്. രാഹുലിനെ എങ്ങനെയെങ്കിലും ഇനി ഒരു കോടതി അലക്ഷൻ കൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ ലംഘിക്കൽ കൂടി വെച്ച് കൊടുക്കണം, അങ്ങനെ രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണം. അതിനുവേണ്ടി പണിയെടുക്കുന്ന ചില ആളുകളും ഞങ്ങൾക്കിടയിൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ സജീവമാണ് എന്നൊരു സൂചന വന്നിട്ടുണ്ട്. എന്തായാലും രാഹുൽ അങ്ങനെ മാധ്യമങ്ങളെ കളിയാക്കിയതോടെ മാധ്യമങ്ങൾക്ക് വലിയ പകയായി രാഹുലിനോട്. ചില മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ഈ ഫ്ലാറ്റിൻ്റെ ഭാരവാഹികളെ ഫോണിൽ വിളിച്ച്, വാട്സപ്പിലോ മറ്റോ വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, എനിക്കറിയാൻ സാധിച്ചത്. ഫോണിൽ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ശരിയാണോ എന്ന നിലയിൽ സംസാരിച്ചു അത്രേ. ഇനിയും രാഹുൽ കേസുകളിൽ പെടും, രാഹുലിനെതിരെ ഇനിയും കേസുകൾ ഉണ്ടാകും,
രാഹുലുമായി നിങ്ങൾ ഇനിയും അടുത്തിടപെട്ട് കഴിഞ്ഞാൽ അവിടെ പോലീസ് വരും, അന്വേഷണം വരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, നിങ്ങളെയൊക്കെ ഫേസ് ചാനലുകളിലൂടെ പുറത്തു വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ഫ്ലാറ്റിൻ്റെ ഭാരവാഹികളെ ഈ മാധ്യമപ്രവർത്തകരുമായി ചാനലുകളുമായി ബന്ധമുള്ള ചില ആളുകൾ വിളിച്ച് വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അതൊരിക്കലും ഒരു ത്രട്ടണിങ് അല്ല, പക്ഷേ അവരെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു എന്നൊരു വിവരമുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലുകൾ മുഴുവൻ ഈ ഫ്ലാറ്റിൻ്റെ പരിസരത്ത് ക്യാമറയും തൂക്കി നിൽക്കുകയാണ്. ഈ ഫ്ലാറ്റിലേക്ക് എപ്പോഴും ആളുകൾ വന്നും പോയിരിക്കുകയാണ്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രൈവസി ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട് ഇതിനകത്ത്. ഇവരൊക്കെ ഈ മാധ്യമങ്ങളുടെ ക്യാമറയിൽ പെടുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹുൽ അവിടെ താമസിക്കുന്നതല്ല വിഷയം, മറിച്ച് രാഹുലിനെ തപ്പി മാധ്യമങ്ങൾ അവിടെ കയറി ഇറങ്ങുന്നതും അതിൻ്റെ ചുറ്റും ക്യാമറയായിട്ട് നടക്കുന്നതും ആ ക്യാമറ സൂം ചെയ്ത് ആ ഫ്ലാറ്റിൻ്റെ അയിലേക്ക് നോക്കുന്നതും ഒക്കെയാണ് ഈ പറയുന്ന ആളുകളുടെ, അവിടുത്തെ ഈ ജനങ്ങളുടെ പ്രശ്നം, ഫ്ലാറ്റിലെ ആളുകളുടെ പ്രശ്നം. അപ്പോൾ ഇന്നലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ ചില വീഡിയോകൾ കണ്ടു. രാഹുൽ ചില വീടുകളിലൊക്കെ പോയി സൗഹൃദം പുതുക്കുകയാണ്. MLA ആണ്, ഞാൻ തിരിച്ചു വന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സൗഹൃദം പുതുക്കുകയാണ്. കുറച്ച് ചേച്ചിമാരുണ്ട്, വീട്ടമ്മമാരൊക്കെ ആയിട്ട് രാഹുൽ കാണുന്നുണ്ട്. അതിനടിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ വളരെ മോശമാണ്. ആ വീട്ടിലെ ചേച്ചിയെയും രാഹുലിനെയും ചേർത്തിട്ടുള്ള കമൻറ്റുകൾ, അതായത് രാഹുലിനോട് ഒരു സ്ത്രീ മിണ്ടിയാൽ ആ സ്ത്രീ മോശക്കാരിയാണെന്ന രീതിയിൽ ഒരു ബോധപൂർവമായ സൈബർ ക്യാമ്പയിൻ നടക്കുകയാണ്. അതിൽ ആ രീതിയിലാണ് മാധ്യമങ്ങളുടെ ഇടപെടലുകളും വാർത്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരു വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ രാഹുൽ വിഷയത്തിലെ ഇടപെടലിനെ ചൊല്ലി. അത് നമുക്കൊന്ന് കാണാം. ഈ മാധ്യമങ്ങളെ രാഹുൽ ആക്കി വിട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് നോക്കുക. 3 മാസത്തോളമായി തൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന മാധ്യമ നാറികളെ ചുറ്റും നിർത്തി ഇങ്ങനെ ചായ ഊതി കുടിക്കാനും വേണം ചങ്കൂറ്റം. മാപ്രകളുടെ ചർച്ച കേട്ടാൽ പിണറായി പോലീസ് ഇപ്പോൾ പിടിച്ച് തൂക്കിക്കൊല്ലുമെന്ന് തോന്നിപ്പോകും. എന്നാൽ ഇത്രയും ദിവസം അയാളെ തൊടാൻ പോലും സാധിച്ചില്ലെന്ന് മാത്രമല്ല, കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യവും നേടി അവർക്ക് നടുവിലോട്ട് വോട്ട് ചെയ്യാനെത്തി. തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കേണ്ടതും തെറ്റ് ചെയ്തില്ലെങ്കിൽ അത് തെളിയിക്കേണ്ടതും കോടതിയാണ്, അല്ലാതെ ആരുടെയും കൊട്ടേഷൻ ഏറ്റെടുത്ത മാധ്യമങ്ങളല്ല. നിങ്ങളുടെ വിചാരണയും കല്ലേറുമെല്ലാം അവൻ വെറും ചായ കുടിക്കുന്ന ലാഘവത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നേരിട്ട് കാണിച്ചു തന്നത്. അതുകൊണ്ട് അത് ലൈവായിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ മാലോകരെ കാണിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തീയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ അവഹേളനമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഒരു അജണ്ട നിശ്ചയിച്ച് ഒരാളെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അയാളെ സാമൂഹികമായും രാഷ്ട്രീയപരമായും തൊഴിൽപരമായും ഒക്കെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. നമ്പിനാരായണൻ കേസ് ഒരു വലിയ ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്, ISRO ചാരക്കേസ്. അതുപോലെ എത്ര ഉദാഹരണങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ അതെന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾ നടത്തിയ ആ ആക്രമണങ്ങൾ മുഴുവൻ ഒന്നുമല്ലായിരുന്നു, വെറുതെ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു കഴമ്പുമില്ലാതെ നടത്തിയ ആക്രമണങ്ങളാണ് എന്ന് പിന്നീട് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പം ദിലീപ് കേസിൽ സാങ്കേതികമായിട്ട് അത് തന്നെയാണ് സംഭവിച്ചത്. മാധ്യമങ്ങൾ ദിലീപിനെ 8.5 വർഷം വേട്ടയാടി, അല്ലെങ്കിൽ നിരന്തരമായി ദിലീപ് കേസ് എന്നും പറഞ്ഞ് നടന്നു. എന്നിട്ട് വിധി വന്നപ്പോഴെന്തായി? ആ വിധിയിൽ ദിലീപ് കുറ്റമുക്തനാണ്. യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ആ കേസ് അട്ടിമറിക്കപ്പെട്ടോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷിക്കേണ്ട വിഷയമാണ്. അത് പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യമാണ്, പോലീസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ സാങ്കേതികമായി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉണ്ടായതെന്താ? മാധ്യമങ്ങൾ പറഞ്ഞതൊന്നുമല്ല വിധിയിലുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് എടുത്ത് വെക്കരുത്. എനിക്ക് പറയാനുള്ളത് അതാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് മറ്റൊരാൾക്കെതിരെ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് മറ്റൊരാൾക്കെതിരെ എനിക്ക് ഇന്ന ആരോപണങ്ങളുണ്ട് അയാൾക്കെതിരെ എന്ന് പറഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കാരണം അതെന്താണ്, പറയുന്ന ഒരാളാണ്, അയാളാണ് അതിന് ഉത്തരവാദി. പക്ഷേ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കേസിന്മേൽ കോടതിയിൽ നടക്കാത്ത കാര്യങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് ഭാവനാത്മകമായി ചാനൽ ഫ്ലോറുകളിൽ ചർച്ച ചെയ്ത് ഒരാളെ അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ്. ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അയാൾ കുറ്റവാളിയാണ് എന്ന ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. കോടതിയാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2ാമത്തെ കേസിൽ വലിയ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മാധ്യമങ്ങൾക്കൊരു ചർച്ചാ വിഷയമോ വാർത്തയോ അല്ല. അത് മാധ്യമങ്ങൾ ജസ്റ്റ് ഒരു വാർത്ത കൊടുത്തങ്ങ് വിടും. മറിച്ച് രാഹുലിനെതിരെ എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നാൽ അത് ഊതിപ്പെരുപ്പിച്ച് വലിയ വിഷയമാക്കിയിട്ട് അയാളെ ഇപ്പം അങ്ങ് ശരിപ്പെടുത്തി കളയുമെന്ന മട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ സർക്കാരിനെയോ പോലീസിനെയോ വിമർശിക്കാത്തത്? 14 ദിവസം രാഹുൽ ഒളിവിൽ കഴിഞ്ഞു, പോലീസിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് പിടിക്കാൻ കഴിയാത്തത്? ഇത്രയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 പോലീസ് സംവിധാനമാണ്. ആ സംവിധാനത്ത് ഉപയോഗിച്ച് രാഹുലിനെ എന്തുകൊണ്ട് പിടിച്ചില്ല? അയാളുടെ ഒളിവ് സങ്കേതം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അക്കാര്യത്തിലൊരു വിശദീകരണം പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല.
സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ അത് എന്ന് ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. PRDയിൽ നിന്ന് പരസ്യം കിട്ടുന്ന മാധ്യമങ്ങളാണ് എല്ലാവരും. അതാണോ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് പൊതുവിൽ കേരളത്തിൽ പ്രത്യേകിച്ച്, കേരളത്തിലെ വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ഒരു പാർഷ്യാലിറ്റി ഉണ്ട്. പണ്ടൊക്കെ BJP ആയിരുന്നു ഭയം. BJPക്കെതിരെ എന്തെങ്കിലും പറയാൻ വലിയ ഭയമായിരുന്നു. ഇപ്പോഴും അതെ, BJPക്കുള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്നല്ലാതെ കോറായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ ചർച്ചയാക്കാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. ഇപ്പോൾ വന്ന് CPMനെ, സർക്കാരിനെ ഒക്കെ എന്തെങ്കിലും വിമർശിക്കാൻ പോലും മാധ്യമങ്ങൾ മടി കാണിക്കുകയാണ്. പക്ഷെ അതേസമയം എന്താണ് സംഭവിക്കുന്നത്? മറുവശത്ത് അവർക്ക് അനുകൂലമാകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക ചില ചാനലുകൾ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും വലിയ തീവ്രമായിട്ട് ഇവിടെ ചർച്ച നടക്കുന്നില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയുടെ ഉത്തരവിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ കോടതിയുടെ മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിലും നോട്ട് അറസ്റ്റിൻ്റെ ബലത്തിലുമാണ് രാഹുൽ പാലക്കാട് തിരിച്ചു വന്നത്. എന്നിട്ടും അയാളെ പിന്നെയും പിന്നാലെ നടന്ന് അയാളുടെ ഈ വരവ് തന്നെ തെറ്റായിപ്പോയി, അയാൾ വരാൻ പാടില്ലായിരുന്നു, അയാൾ എന്തിനാണ് ഇപ്പോൾ വന്നത്, ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്, സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെയാണ് പല മാധ്യമങ്ങളും പറയുന്നത്. അതായത് കോടതിയുടെ സംരക്ഷണത്തിൽ, ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിൻ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടരുത് എന്ന് കോടതി പറഞ്ഞ ഒരാൾ സ്വതന്ത്രമായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അത് സമൂഹത്തോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്, അയാളെല്ലാവരും സൂക്ഷിക്കണം, നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോളൂ പെൺകുട്ടികളെ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളും ചില മുഖ്യധാരാ മാധ്യമങ്ങളിലെ കോട്ടിട്ട ജഡ്ജിമാരും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്കൊന്നും ഈ ജുഡീഷ്യറിയെ ഒരു ബഹുമാനവുമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ദിലീപ് കേസിലായാലും ജഡ്ജിയെ ചീത്ത വിളിക്കുന്ന വിധത്തിൽ, സൈബർ ആക്രമണം നടത്താൻ ഇട്ടുകൊടുക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങളുടെ ചർച്ചകൾ. ഇതൊക്കെ നിരോധിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിനും ഒരു അതിർവരം ഉണ്ടാകണം. ഇതുപോലെ മാധ്യമങ്ങളെ ജുഡീഷ്യറിക്കും മേലെയുള്ള സൂപ്പർ പവറായിട്ടൊക്കെ മാധ്യമങ്ങൾ സ്വയം മാറി അങ്ങ് വിധിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചിറക്കി വീട്ടുകാർ, ഫ്ലാറ്റുകാർ എന്നുള്ള വാദമൊക്കെ മാധ്യമങ്ങളുടെ പകയിലുണ്ടായ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ രാഹുലിനെ വിടാതെ പിന്തുടർന്നത് കൊണ്ടുണ്ടായ സംഭവ വികാസങ്ങളാണ്. അല്ലാതെ അതിൽ രാഹുലിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്.